Hi friends, return YouTube channel എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി എന്നറിയാം. എന്തെന്നാലും ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, സ്റ്റീം ബോട്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ 2 7-Upൻ്റെ ക്യാനാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റൽ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, മെറ്റൽ ഷീറ്റാണെങ്കിൽ നമുക്ക് മെറ്റൽ ഷീറ്റൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ക്യാൻ്റെ ടോപ്പും ബോട്ടവും കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 മെറ്റൽ ഷീറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്യാൻ്റെ ബോട്ടം സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മെറ്റൽ പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു പേപ്പറിന് മുകളിൽ വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ മെറ്റൽ ഷീറ്റിൻ്റെ അതേ വലിപ്പമുള്ള ഒരു പേപ്പർ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് 3 മടക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മടക്കിയെടുത്ത ആ പേപ്പർ ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം ഇതുപോലെ 3 ലൈനുകൾ. അപ്പം അങ്ങനെ കിട്ടിയ 3 ലൈനിലെ ആ സെൻട്രലെ ലൈൻ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ ഒരു വശം വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ വശവും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെട്ടിയെടുക്കണം. ഇപ്പോൾ നമുക്കിത് ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എൻഡിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അങ്ങനെ മടക്കിയെടുത്ത ഭാഗം ഒരു കത്രി ഉപയോഗിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു M ഷേപ്പും നമുക്ക് ലഭിക്കും. അതിനുശേഷം മറ്റേ വശവും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കിട്ടിയ സ്ട്രക്ചർ നമുക്കൊരു മെറ്റൽ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത പോലെ തന്നെ മെറ്റൽ പ്ലേറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണമോ ഉപയോഗിച്ച് ഈ മെറ്റൽ ഷീറ്റ് ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ 2 മരക്കഷ്ണം ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ നമുക്ക് ലഭിക്കും. ഇതുപോലെ തന്നെ മറുവശവും മടക്കിയെടുക്കണം. ഇനി ബോട്ടിൻ്റെ ഈ പുറകിൽ കാണുന്ന വശവും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിപ്പോൾ നമ്മളൊന്ന് താൽക്കാലികമായി ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കുക. അവസാനമായി നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ബോഡിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറാതിരിക്കാനായിട്ട് MCL ഉപയോഗിച്ച് നന്നായി ഒന്ന് സീൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ ഒന്ന് നിർമ്മിച്ചെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോട്ടം പോർഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം അളവിലുള്ള ഒരു മെറ്റൽ ഷീറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് രണ്ടും നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ക്യാൻ്റെ ബോട്ടം പോർഷൻ ഉണ്ടല്ലോ, അതിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹോളിലേക്കാണ് 2 മെറ്റൽ ട്യൂബ് ഇതുപോലത്തെ 2 മെറ്റൽ ട്യൂബ് ഇതിലേക്ക് ഇറക്കി കൊടുക്കണം. അതിനുശേഷം അറാൾ ടൈറ്റൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ, അതായത് വെള്ളം കയറാത്ത രീതിയിൽ തന്നെ ഇതൊന്ന് ഫിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ മെറ്റൽ ഷീറ്റ് എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചേമ്പർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ചേമ്പറൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോട്ടിൻ്റെ എഞ്ചിനൊന്നും കൃത്യമായി വർക്ക് ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ MCL ഉപയോഗിച്ച് കൃത്യമായി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ പണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. എഞ്ചിൻ ഫിക്സ് ചെയ്യുന്നതിനായിട്ട് ആ മെറ്റൽ ട്യൂബ്സിൻ്റെ ഒക്കെ പൊസിഷൻ ഒന്ന് നമ്മുടെ ബോട്ടിലൊന്ന് രേഖപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്ത ഈ ഭാഗം ഒന്ന് ഹോളാക്കി എടുക്കാം.
ഇനി എഞ്ചിൻ നമുക്ക് ഈ ബോട്ടിലേക്ക് ഇറക്കി വെച്ച് MCയിലേക്ക് ഉപയോഗിച്ച് നന്നായി തന്നെ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഞ്ചിൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മളൊന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടിയിൽ ഇതുപോലെ നമ്മൾ ഫ്രൂട്ടിയുടെയൊക്കെ ട്യൂബ് ഉണ്ടല്ലോ, അതുകൂടെ മെറ്റൽ ട്യൂബിനോടൊപ്പം ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അവസാനമായി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബോട്ട്. ഇനി നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചെറിയൊരു വിളക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് കുപ്പിയുടെ അടപ്പെടുത്തിട്ട് വിളക്കിൻ്റെ ഷേപ്പിൽ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടി ബോട്ടിൻ്റെ ഒരു ട്യൂബിൽ നമുക്കിതുപോലെ വെള്ളം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ വിളക്കും ബോട്ടിനുള്ളിലേക്ക്, അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലെ ആ ചേമ്പറിൻ്റെ അടിയിലേക്കായി വയ്ക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ട്യൂബിൽ നിന്നും ഇതുപോലെ എയർ ബബിൾസ് വരുന്നത് കാണാം. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബോട്ട് വൈബ്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ചേമ്പറിലെ വാട്ടർ ബോയിൽ ചെയ്യുന്നതിനാൽ ആ ട്യൂബിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോട്ട് നീങ്ങുന്നത്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റീം ബോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ വരുന്നതുവരെ ഇറ്റ്സ് മീ ദീജിത്ത് സൈനിങ് ഓഫ്.